ഹായ് ഹലോ എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ. ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ചെടികളൊക്കെ ആയിട്ട് ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ ആയിട്ട് കുറച്ചൊക്കെ ആയിട്ട് അങ്ങോട്ട് നിർത്തി വെച്ചതായിരുന്നു. അപ്പോൾ ഒരു വളങ്ങൾ കൊടുക്കലോ കീടനാശിനികൾ ഉണ്ടാക്കി അടിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ എന്താ പറയുക, നമ്മുടെ ചെടികൾക്കൊന്നും ഒരു ക്ഷീണം പറ്റാതെ അതുപോലെ തന്നെ നിൽക്കുന്ന മാത്രമല്ല നല്ല പോലെ വളരും ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ആഴ്ചയ്ക്ക് പുതിയ പുതിയ വളങ്ങൾ തയ്യാറാക്കി കൊടുക്കലും പുതിയ കീടനാശിനികൾ ജൈവ കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെയൊക്കെ ഒരു ഗുണം ഞാൻ ഒരു 1.5 മാസം ചെടികൾ നോക്കാൻ നിർത്തി വെച്ചിട്ടും ചെടികളെ ബാധിച്ചിട്ടില്ല കേട്ടോ. നല്ല ഗുണം ഉണ്ടായിട്ടുണ്ട്. നല്ലോണം വളർന്ന് ഈ മുളക് ചെടിയൊക്കെ ഉണ്ടല്ലോ എന്നെക്കാട്ടിലും പൊക്കം വെച്ചു എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അത്രയും വലുതായിട്ടുണ്ടെന്ന് മാത്രമല്ല അതിൽ നിറയെ പൂക്കളും കായ്കളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ ചെടികളിലും ഇത് നല്ല പോലെ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ തുടക്കം മുതലേ ഈ നല്ല അടിവളമൊക്കെ കൊടുക്കണതിൻ്റെ ഗുണം അതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഇലകളൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ പെട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറേ ഞാനൂളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അമ്മൂൻ്റെ പണിയാണ്. ഈ ഇലയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചീഞ്ഞ് അതിൽ ചെടികളുടെ ചുവട്ടിലേക്ക് വളമായി മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മുളകും ചെടിയൊക്കെ പറഞ്ഞാൽ നമ്മൾ തുടക്കം മുതൽ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഒരു ബെഡ് ഉണ്ടാക്കി നട്ട മുളകും ചെടികളൊക്കെയാണ്. പിന്നെ പയറൊക്കെയാണ് ഇപ്പോൾ അത് പുതിയതായിട്ടുള്ളത് കേട്ടോ. ഇതും ഞാൻ നട്ടിട്ട് പിന്നെ അതിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ചാഴി വന്ന് ഇങ്ങോട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. ചാഴി വന്ന് കൂടിയും കൊണ്ട് എന്താ വെച്ചാൽ ഇലകളൊക്കെ കണ്ടില്ലേ, ഇലകളുടെയും തണ്ടിൻ്റെ ഒക്കെ നീര് ഊറ്റി കുടിച്ചിട്ട് അത് ഇലയൊക്കെ വാടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ഇതിനൊക്കെ ഓരോ വളങ്ങളൊക്കെ റെഡിയാക്കി അടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഒരു സിമ്പിൾ വളമാണ് ഇപ്പം ഇന്ന് പ്രയോഗിക്കാൻ പോണത്. ഇന്ന് തന്നെ ചെയ്യണില്ല, പക്ഷെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് മാത്രമേ ഇന്ന് കാണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ വലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പയറിന്. അതിൻ്റെ അടിയിലാണ് അമ്മു നിൽക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തായിരുന്നു കക്കിരിക്ക ഉണ്ടല്ലോ നിറയെ ഉണ്ടായിരുന്നത്. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കക്കിരിക്കൊക്കെ പോയിട്ടോ. പിന്നെ ഞാൻ അതിലൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല. അത് പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടോ. അതിൻ്റെ ചുവട്ടിൽ ഞാൻ കുറേ കയ്പ്പയ്ക്ക കുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു 4 ദിവസം മുന്നേ. അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചാഴിയൊന്നും ഞാൻ ഇപ്പോൾ മരുന്നടിക്കണം വേപ്പെണ്ണ മെഡിസിൻ തെളിക്കണമൊന്നുമില്ല, എല്ലാം ഉണ്ട്. പക്ഷേ ഈ മഴ അങ്ങനെ ഇടയ്ക്ക് നിലയ്ക്കുണ്ടാവും കൊണ്ട് നമ്മളത് അടിച്ചിട്ടൊരു കാര്യമില്ല എന്നൊക്കെ തോന്നിയും കൊണ്ട് ഞാനിതാ ഒരു കടലാസ് വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാഴിയൊക്കെ ആ കടലാസിൽ ഇങ്ങോട്ട് പോരുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് മുറിച്ച് കളയണോ ചെടി മുറിച്ച് കളയണോ ഒന്നുമില്ല കേട്ടോ. അതങ്ങനെ ഇത് ഇനി മഴ നനയുമ്പോൾ എന്താ വെച്ചാൽ ഈ ചാഴീനപ്പം എങ്ങനെ ചെയ്തല്ലോ നീളത്തിൽ പഠിച്ചപ്പോൾ ആ ചാഴിയൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മഴവെള്ളം തട്ടുമ്പോൾ അതൊക്കെ പൊയ്ക്കോളും. അപ്പോൾ ചെടിക്ക് വലിയ ദോഷമില്ലാതെ ഇനിയാണ് വളർന്നോളും. ഞാനിതിന് ഈ പയറിന് ഞാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഈ പയറിനാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മണ്ണിട്ടത് ആയിരുന്നു. പിന്നെ ഇപ്പോൾ അതാ ചെടികളൊക്കെ നമുക്ക് പഴയ പോലെ തന്നെ ഉണ്ട്. കായ്ഫലം ഇത്തിരി കുറവാന്നേ ഉള്ളൂ. തക്കാളി ചെടികൾ ചോളം ചെടിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഞാൻ മുട്ടത്തോടും കൊണ്ടുള്ള സിമ്പിൾ വളമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഞാനിത് മഴയൊക്കെ കഴിഞ്ഞ് നല്ല വെയിലുള്ള സമയത്തൊക്കെ അടിച്ചു തീർക്കണുള്ളൂ. ചെടികൾക്ക് അടിച്ചു തീർക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല താഴത്തേക്ക് വേരിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മുട്ടത്തോട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-20 മുട്ടേൻ്റെ ഒരു പാത്രത്തിൽ വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് അതിലേക്ക് മുട്ടത്തോടിട്ട് ഒന്നും കൂടി തിളപ്പിച്ച് അങ്ങനെ അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. ഇത് കുറച്ചൊരു 2 ദിവസം വരെ വെയിറ്റ് ചെയ്താൽ നമുക്ക് മുട്ടത്തോട് ചായ എന്നാണ് ഇതിന് പറയുക ഈ വളത്തിന്. ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് വേറൊന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തിളപ്പിച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ അതൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ് നല്ല ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒഴിച്ച് നേർപ്പിച്ചിട്ട് ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പക്ഷെ നല്ലോണം എന്താക്കണം, നേർപ്പിക്കണം. അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ ഇത് കൂടുതലായിരിക്കും ആ മുട്ടത്തോടിലൊക്കെ നമ്മൾ തിളപ്പിച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ചെടികളുടെ ഇലയിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചെടികൾക്കൊക്കെ ദോഷമാവും കേട്ടോ. വേരിലൊക്കെ നേരിട്ട് തട്ടിയാലും അതെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ചെയ്യാൻ പോണത് ഈ മുട്ടത്തോടുണ്ടല്ലോ വേറെ കുറച്ച് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒന്നും കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇതാക്കണേ ഉള്ളൂ കേട്ടോ. കൃഷി ചെയ്യുന്നേ ഉള്ളൂ, പൊടിച്ചെടുക്കണമൊന്നുമില്ല. ഒരു പാത്രത്തിൽ ഒരു ചെറിയ ബക്കറ്റിലിട്ടിട്ടുണ്ട്. അങ്ങനെ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഞാൻ അതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവാണ് കേട്ടോ.
അപ്പോൾ ഞാൻ കുറേ ഒരു 1.5 മാസത്തോളം കൃഷി വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. 1-2 കുഞ്ഞി ഇതിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ പഴയ പോലെ ഞാൻ ഒരു തിരിച്ചു വരവാന്ന് പറയാം. വീഡിയോയ്ക്ക് വല്ല മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. നമ്മൾ എന്താ വെച്ചാൽ കുറച്ചൊക്കെ ഇങ്ങനെ ഇടവിട്ടും കൊണ്ടേ ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യണം, എങ്ങനെ വീഡിയോ എടുക്കണം എന്നെല്ലാം വിട്ടുപോയിട്ടോ. നമ്മുടെ മൈൻഡിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തിരിച്ചു വരവാണ്. വീഡിയോയ്ക്ക് മിസ്റ്റേക്കൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു തരിക. അതൊക്കെ ഞാൻ തിരുത്താൻ ശ്രമിക്കാം കേട്ടോ. പഴയ ലെവലിലേക്കൊക്കെ എത്താൻ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു പകുതിയോളം വെള്ളം അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തിളപ്പിച്ചൊരു മുട്ടത്തോട് വെള്ളത്തിലാക്കി തിളപ്പിച്ചതൊന്നും അല്ലാത്തതും കൊണ്ട് വെറും പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 10 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴും മുട്ടത്തോട് ചായ എന്നുള്ള വളം നമുക്ക് കിട്ടും. പിന്നെ എന്താ വെച്ചാൽ ഇത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേതിനെ അപേക്ഷിച്ചിട്ട് വേറെ മാറ്റമൊന്നും വരുന്നില്ല. വെള്ളം നേർപ്പിച്ചിട്ട് ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചെടുക്കുക. പിന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് എന്താണെന്നറിയോ, നമ്മുടെ പഴത്തൊലി വളം ഉണ്ടായിരുന്നല്ലോ അന്നുണ്ടാക്കിയത്. അതിതാ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല ഫിഷ് അമിനോ ആസിഡ് എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ വളങ്ങളൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കണതല്ല. അതങ്ങനെ ഇതിനിക്കൊരു എത്ര മാസത്തിൽ ഓരോ ദിവസം ഒഴിച്ചെടുക്കാനുള്ളത് ഉണ്ട് കേട്ടോ. കുറച്ച് മാസങ്ങൾക്ക് ഉണ്ട്. ഞാനിതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ആക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ അരിച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യത്തെ ഇത് കഴിഞ്ഞാണ്ട് വലിച്ചെറിയണോ കളയണോ ഒന്നുമില്ല കേട്ടോ. അത് പിന്നെ അതിൽ തന്നെ വെച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യണത്. കണ്ടില്ലേ, ഇത് നല്ലൊരു വളമാണ് കേട്ടോ. നമ്മൾ കടലപ്പിണ്ണാക്കും പഴത്തൊലി ഉള്ളിത്തൊലി മുട്ടത്തോടും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണതാണ്. ശർക്കരയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണതാണ് പഴത്തൊലി വളം. അപ്പോൾ അതിന് ഞാനിതാ ഈ വെള്ളം മാത്രം ഉണ്ടല്ലോ, നമ്മൾ ആ ജ്യൂസ് ഉണ്ടല്ലോ പഴത്തൊലിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ഇത് വളത്തിലെ ആ ജ്യൂസ് മാത്രം അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ പാത്രത്തേക്ക്. എന്നിട്ട് ഇതാ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് അങ്ങോട്ട് നല്ലോണം മിക്സാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ചെടികളുടെ ചോട്ടിക്കൊക്കെ ഈ ബക്കറ്റിൽ വെള്ളം നിറച്ചെടുക്കുക കേട്ടോ. നല്ലോണം മിക്സാക്കിയിട്ട് എല്ലാ ചെടികളുടെ ചോട്ടിക്കും ഒഴിച്ചു കൊടുക്കുക. ഞാനത് ഒഴിച്ചെടുക്കുന്നുണ്ട്, വീഡിയോയിൽ കാണിക്കണമൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു തിരിച്ചുവരവ് മാത്രമാണ് ഈ വീഡിയോ. പഴയ പോലെയൊക്കെ ഞാൻ ഇനിയും വീഡിയോ ഇടുന്നുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അപ്പോൾ ഇനി ബാക്കിയുള്ളതുണ്ടല്ലോ, അതിൽ ആ പഴത്തൊലീൻ്റെ മിക്സ് ഉള്ളത്, ആ കുപ്പിയിലുള്ളത്, അതിൽ ഇനി ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കുകയാണ് കേട്ടോ. നമുക്ക് ഓരോ മാസം ഓരോ ദിവസം എടുക്കുക. എന്നാൽ അപ്പോഴേക്കും അത് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ അത് കഴിയുന്നവരെ, അത് ഫുള്ള് പഴത്തൊലിയൊക്കെ അതിൽ നിന്ന് അലിഞ്ഞ് ചേരുന്നവരെ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഇതേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ.